10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്നൊരു ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് ITI ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. തൊഴിൽ മേഖലയിലേക്ക് ആവശ്യമുള്ള ആളുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ITI ആരംഭിച്ചിട്ടുള്ളത്. ഒരു കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സിനെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലൂടെ നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സാണ് ITIക്കകത്ത് ചെയ്യുന്നത്. 80% പ്രാക്ടിക്കലും 20% തിയറിയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ITIയുടെ പഠന സംവിധാനം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൃത്യമായിട്ട് പരിശീലനം നൽകി ഒരു തൊഴിലിനാവശ്യമായിട്ടുള്ള മുഴുവൻ സ്കില്ലുകളും അവരിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു ജോലിക്ക് തയ്യാറെടുപ്പിക്കുന്ന രീതിയിലാണ് ITIൻ്റെ പഠനം ക്രമീകരിച്ചിട്ടുള്ളത്. ITI കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് സാധ്യതകളുള്ളത് എന്നുള്ളതാണ്. പ്രധാനമായും ഗവൺമെൻറ് സർവീസിനകത്ത് വലിയ സാധ്യതകളാണ് ITI കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ളത്. PSC ആണെങ്കിലും SSC ആണെങ്കിലും ഇന്ത്യൻ റെയിൽവേ ആണെങ്കിലും വിളിക്കപ്പെടുന്ന ഒഴിവുകളുടെ വേക്കൻസികളുടെ അല്ലെങ്കിൽ പോസ്റ്റുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ITI യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ വളരെയധികം കൂടുതലാണ് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും മികച്ചൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് വരെ ITI യോഗ്യതയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള ISRO, ബാർക്ക്, BHEL, സെയിൽ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം കമ്പനികളിൽ ITI കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളാണ് അവരുടെ മുന്നിലുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ITI സെലക്ട് ചെയ്യുന്ന സമയത്ത് 2 തരത്തിലുള്ള സർട്ടിഫിക്കേഷനാണ് ITIയിലകത്ത് നമ്മൾ കാണാറുള്ളത്. NCVT സർട്ടിഫിക്കേഷൻ കാണാറുണ്ട്, SCVT സർട്ടിഫിക്കേഷൻ കാണാറുണ്ട്. NCVT എന്ന് പറയുമ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങും SCVT എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങുമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് NCVT സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. NCVT സർട്ടിഫിക്കേഷനാണ് നാഷണൽ വൈഡ് ആക്സെപ്റ്റബിൾ ആണ്. നമ്മൾ വിദേശ രാജ്യത്തൊക്കെ GCC കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടത് NCVT സർട്ടിഫിക്കേഷനാണ്. ഇത് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ITIകളിൽ നമ്മൾ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും കാണുന്ന SCVT സർട്ടിഫിക്കേഷനാണ്. SCVT സർട്ടിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ വർക്ക് ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. എന്നാൽ നാഷണൽ വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും NCVT സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ITIക്കകത്ത് 1 വർഷ കോഴ്സ് ഉണ്ട്, 2 വർഷ കോഴ്സ് ഉണ്ട്, 3 വർഷ കോഴ്സുകളുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് 3 വർഷ കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് പകരം അവിടെ നമ്മൾ പോളിടെക്നിക് ഡിപ്ലോമയിലെ 3 ഇയേഴ്സ് കോഴ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ITI 3 വർഷ കോഴ്സ് എടുക്കുന്നതിനേക്കാൾ ബെറ്ററാണ് പോളിടെക്നിക്കിലെ 3 വർഷത്തെ സെയിം സ്ട്രീം സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സെലക്ഷൻ ആ രീതിയിൽ തന്നെ ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സാധാരണ കേൾക്കുന്നൊരു പ്രയാസമുണ്ട്. ITI പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ ITI 2 വർഷം പഠിച്ചാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് +2ൻ്റെതില്ലെങ്കിൽ പ്രയാസപ്പെടുമോ എന്ന് പലപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും അറിയാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് ഉള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു നാഷണൽ ഓപ്പൺ സ്കൂൾ സംവിധാനമുണ്ട്. +2 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോലെ തന്നെ ITI 2 വർഷം പൂർത്തിയാക്കിയാൽ നമ്മൾ അതിനുശേഷം NIOSൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെറും 2 പേപ്പർ മാത്രം നമ്മൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, NIOS വഴി +2 സർട്ടിഫിക്കറ്റ് കൂടി ലഭ്യമാക്കാനുള്ള അവസരം നിലവിലുണ്ട്. NIOSും ITIയും തമ്മിലൊരു MOU നിലവിൽ സൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സൗകര്യമുള്ളത് കൊണ്ട് 2 വർഷം പഠിച്ചതിന് ശേഷം ITI എടുക്കുന്നതിന് പകരം നേരിട്ട് ITI 2 വർഷം പഠിക്കുകയും അതിനുശേഷം NIOSൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് 2 പേപ്പർ മാത്രം പരീക്ഷ എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റ് കൂടി ലഭ്യമാക്കാനുള്ള അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ITIക്കകത്തുള്ള കോമ്പിനേഷനുകൾ നമ്മൾ നോക്കുന്ന സമയത്ത്, സ്ട്രീമുകൾ നോക്കുന്ന സമയത്ത് 100-ലധികം സ്ട്രീമുകൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ട് ഒട്ടനേകം സ്ട്രീമുകൾ ITIക്കകത്തുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന
അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ട്രീം ഏതാണോ ആ സ്ട്രീമിനകത്തുള്ള ITI കോഴ്സ് സെലക്ട് ചെയ്യുകയും നല്ല പഠനം നടത്തുകയും അതിനുശേഷം അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് 1 ഇയർ നമ്മൾ ജോയിൻ ചെയ്യുകയും അപ്രന്റീസ്ഷിപ്പ് നമ്മൾ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് കൗൺസിലിൻ്റെ സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടും. ഈ 2 സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മികച്ച ജോലി സാധ്യതകളിലേക്ക് എത്താനുള്ള വിശാലമായിട്ടുള്ള അവസരം ITI ഒരുക്കുന്നുണ്ട്. ITI കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് CITS എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഈ CITS കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ITIയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ കാണാൻ പറ്റും. ഇതുപോലെ ITI കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് CITS കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതുപോലെയുള്ള ITIകളിൽ ഇൻസ്ട്രക്ടറായിട്ട് ഗവൺമെൻറ് പോസ്റ്റിലേക്ക് എത്താനുള്ള യോഗ്യത കൂടി കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പഠനത്തെ ഒന്നുകൂടെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് ഫീൽഡിൽ താല്പര്യമുള്ള ആളുകൾക്ക് ITI ഇൻസ്ട്രക്ടറായിട്ട് വരാനുള്ള വിശാലമായിട്ടുള്ള അവസരവും കൂടി അവിടെ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ITI 2 വർഷത്തെ ITI കോഴ്സ് ഉണ്ട്. ഈ 2 വർഷത്തെ ITI കോഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു വിദ്യാർത്ഥിക്ക് അതിനുശേഷം അവനൊരു ചിന്ത വരികയാണ്, എനിക്ക് പോളിടെക്നിക് കൂടി പഠിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ITIയിൽ സിവിൽ എടുത്തൊരു കുട്ടി, ഡ്രാഫ്റ്റ്മാൻ സിവിൽ പഠിച്ചൊരു കുട്ടിക്ക് ലൈസൻസിങ്ങിലേക്ക് പോകുമ്പോൾ തോന്നുകയാണ് ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഓപ്ഷനിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് നേരെ ഡിപ്ലോമയിലേക്ക് പോകുന്ന സമയത്ത് 2 വർഷത്തെ ITI കോഴ്സ് പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലാറ്ററൽ എൻട്രി സ്കീം വഴി പോളിടെക്നിക് ഡിപ്ലോമയിൽ 2ാം വർഷത്തിന് പഠിക്കാനുള്ള അവസരം എന്തുണ്ട്, ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ളത് ITI എന്ന് പറയുന്നത് പെട്ടെന്ന് തൊഴിൽ ലഭിക്കാൻ വലിയ അവസരം ഒരുക്കുന്ന, എന്നാൽ നല്ല സ്കിൽഡ് ലേബേഴ്സിനെ നിർമ്മിക്കുന്ന ഒരു പാഠശാലയാണ് ITI എന്ന് പറയുന്നത്. ഈ ITI കോഴ്സുകളെ നമ്മൾ ശ്രദ്ധാപൂർവം സെലക്ട് ചെയ്ത് നമ്മൾ ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് കയറുകയും നല്ല മികച്ച അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാനും കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള സെലക്ഷൻ നിങ്ങളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും.